നമസ്കാരം. അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യുന്ന ഒന്ന് ലേഔട്ട് എന്ന് പറയുന്നൊരു കൺസെപ്റ്റാണ്. നമുക്കറിയാം, നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ആശയത്തെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നൊരു കാര്യത്തെ നമ്മൾ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരെ അറിയിക്കുന്നതിന് നമുക്ക് ഒത്തിരി മാർഗങ്ങളുണ്ട്. നമുക്കത് വാഗൊണ്ട് പറയാം, നമുക്ക് നോട്ടീസായിട്ട് എഴുതി കൊടുക്കാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ളൊരു നാടകം ചെയ്യാം, അതിനെക്കുറിച്ചുള്ള സിനിമ കാണിക്കാം, നമുക്ക് പുസ്തകം എഴുതാം, ലേഖനങ്ങൾ എഴുതാം. ഏറ്റവും ലഘുവായ ഏറ്റവും സിമ്പിളായൊരു മാർഗം പോസ്റ്ററുകൾ തയ്യാറാക്കുക എന്നുള്ളതാണ്. സ്കൂളിന്റെ കലോത്സവവുമായി ബന്ധപ്പെട്ട് കുട്ടികളെ അറിയിക്കാൻ നമുക്ക് നോട്ടീസ് കൊടുക്കുന്നതിനെക്കാട്ടിലും കുറച്ച് രസകരമായ സാധനം ഒരു മനോഹരമായ പോസ്റ്റർ തയ്യാറാക്കി പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ്. ക്ലാസ് മുറിയിൽ കുട്ടികൾ ഇപ്പോൾ നിരന്തരമായി പോസ്റ്ററുകൾ ചെയ്യുന്നു. ഓരോ ആശയത്തെ സംബന്ധിച്ച പോസ്റ്ററുകൾ കുട്ടികൾ സ്വന്തമായി ചെയ്യാറുണ്ട്. നമ്മൾ സാധാരണ ടൗണിലൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ ഏറ്റവും അധികം കാണുന്ന പോസ്റ്ററുകൾ സിനിമാ പോസ്റ്ററുകളാണ്. പുതിയതായി സിനിമകൾ റിലീസ് ചെയ്യുന്നതും അത് കാണാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്നതിലേക്ക് ഒരു പ്രധാനപ്പെട്ട ഘടകം ഈ പോസ്റ്ററാണ്. പോസ്റ്ററിൽ സിനിമയുടെ ടൈറ്റിൽ വളരെ വലുതായിട്ടുണ്ടാവും, സംവിധായകന്റെ പേരുണ്ടാവും, അതിൽ അഭിനയിക്കുന്ന നമ്മളുടെ ഇഷ്ടപ്പെട്ട നടീനടന്മാരുടെ ഫോട്ടോകളൊക്കെ വലുതായി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. അത് ഭയങ്കര രസമായിരിക്കും. വളരെ ഹൈ കാച്ചിങ് ആയിട്ടുള്ള കളറൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഇതുവഴി പോയാലും നമ്മളത് കണ്ടിട്ടേ പോകാവൂ എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിൽ ഏറ്റവും ബ്രൈറ്റായ കളറുകളൊക്കെ ഉപയോഗിച്ച് പോസ്റ്ററുകൾ ചെയ്യാറുണ്ട്. അതിൻ്റെ ഉദ്ദേശം ആ പോസ്റ്റർ കാണുകയും നമ്മൾ ഈ കാര്യങ്ങൾ അറിയുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ആശയവിനിമയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗങ്ങളിൽ ഒന്നാണ് ഈ പോസ്റ്റർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോസ്റ്റർ നമ്മുടെ കുട്ടികൾ നിരന്തരം ചെയ്യുന്നതാണ്. നമ്മുടെ പഠന പ്രക്രിയയിൽ പോസ്റ്ററിന് വലിയ പ്രാധാന്യമുണ്ട്. രണ്ട് തരത്തിലുള്ള പോസ്റ്ററുകൾ ഇന്ന് സുപരിചിതമാണ് നിങ്ങൾക്ക്. അതിലൊന്ന് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ പേപ്പറിൽ ചിത്രങ്ങളൊക്കെ ഒട്ടിച്ച് ടൈറ്റിലൊക്കെ എഴുതി ബോർഡറൊക്കെ വരച്ച് ഭംഗിയാക്കി ചെയ്യുന്ന പോസ്റ്റർ. മറ്റൊന്ന് നമ്മുടെ മൊബൈൽ ഫോണും കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ പോസ്റ്റർ. ഡിജിറ്റൽ പോസ്റ്ററിൻ്റെ ഒരു യുഗം തന്നെയാണത്. നമ്മളുമായി ബന്ധപ്പെട്ട എന്താശയവും വളരെ പെട്ടെന്ന് ടെംപ്ലേറ്റ് വെച്ച് പോസ്റ്റർ ഉണ്ടാക്കി സെക്കൻഡുകൾ കൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാർക്ക് അയച്ച് നമ്മൾ വളരെ പെട്ടെന്ന് ഒരാശയ വിനിമയം നടത്താറുണ്ട്. അതുപോലെ തന്നെ പ്രധാനമാണ് പഴയ രീതിയിലുള്ള പോസ്റ്റർ തയ്യാറാക്കുന്നത്. ഡിജിറ്റൽ പോസ്റ്ററിനും നമ്മൾ തയ്യാറാക്കുന്ന പോസ്റ്ററിനും വിഷ്വലി ചില സാദൃശ്യങ്ങളുണ്ട്, അല്ലേ? എല്ലാത്തിലും ടൈറ്റിലുകൾ ഉണ്ടാവും, ചിത്രങ്ങളുണ്ടാവും, അത്തരത്തിലുള്ള ഒത്തിരി സാദൃശ്യങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ നമ്മൾക്ക് എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വരും? ഒന്നാമത്തേത്, ആ പോസ്റ്റർ തയ്യാറാക്കാൻ ആവശ്യമായ ഒരു ആശയ രൂപീകരണം നടത്തണം. എന്തിനെക്കുറിച്ചാണ് നമ്മൾ പോസ്റ്റർ തയ്യാറാക്കുന്നത്? രണ്ടാമത്തത്, അതിന് തലക്കെട്ടുകളോ മുദ്രാവാക്യങ്ങളോ ഒക്കെ വേണ്ടി വരും. ടൈറ്റിൽ വേണം, സബ് ടൈറ്റിൽ വേണം. അത് ചെയ്യുമ്പോൾ എന്താണ് പ്രത്യേകത? ഈ വാചകം ടൈറ്റിലായാലും സബ് ടൈറ്റിലായാലും അത് വായിച്ചാൽ വായിക്കുന്നവരുടെ ഉള്ളിൽ ഒരു സ്പാർക്ക് ഉണ്ടാക്കാനുള്ള കണ്ടന്റ് അതിലുണ്ടാവണം. വായിച്ചു കഴിഞ്ഞാൽ അവരൊന്ന് ശ്രദ്ധിക്കണം, ആ ആശയത്തിലേക്ക് അവർ സഞ്ചരിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള തലക്കെട്ടുകളും മുദ്രാവാക്യങ്ങളും ഉണ്ടാവും. ആവശ്യമായിട്ടുള്ള ചിത്രങ്ങളുണ്ടാവും. ചിത്രങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പോസ്റ്ററിന് പശ്ചാത്തലത്തിലൊക്കെ നിറങ്ങളൊക്കെ നൽകുന്നതിന് വേണ്ടിയുള്ള കളറുകൾ, ബ്രഷുകൾ, പേനകൾ, സ്കെച്ച് പെന്നുകൾ, ക്രയോൺസ് ഇത്യാദി സാധനങ്ങളൊക്കെ നമുക്കതിന് ആവശ്യമാണ്. ഒരു പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ പറയുന്ന ഡിജിറ്റൽ പോസ്റ്ററിനെ അപേക്ഷിച്ച് ചില വെല്ലുവിളികൾ സാധാരണ കൈകൊണ്ട് ചെയ്യുന്ന പോസ്റ്ററിനുണ്ട്. ഒരു ഡിജിറ്റൽ പോസ്റ്റർ നമ്മൾ ചെയ്താൽ നമുക്കതിൽ ഏറ്റവും ചെറിയ അക്ഷരങ്ങളെ സൂം ചെയ്തിട്ട് വായിക്കാൻ പറ്റും. പക്ഷേ ഭിത്തിയിൽ ഒട്ടിച്ചിരിക്കുന്ന ഒരു പോസ്റ്ററിൽ പോയിട്ട് നമുക്ക് സൂം ചെയ്യാനാകും. അപ്പോൾ പോസ്റ്റർ ചെയ്യുമ്പോൾ പെട്ടെന്ന് വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അക്ഷരങ്ങളാണ് എഴുതേണ്ടത്. ആൾക്കാർ പോകുമ്പോഴത്തേക്ക് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയൊക്കെ ഒരു പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നും ആൾക്കാർക്ക് ശ്രദ്ധിക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ ഏറ്റവും എളുപ്പം വായിക്കാൻ പറ്റുന്ന വടിവൊത്ത മികച്ച അക്ഷരത്തിൽ പെട്ടെന്ന് വായിക്കാൻ പറ്റുന്ന അക്ഷരത്തിലായിരിക്കണം പോസ്റ്ററുകൾ തയ്യാറാക്കേണ്ടത്. അതിനാവശ്യമായ വലിപ്പവും വേണം. കാരണം പോസ്റ്റർ നമ്മൾ കയ്യിൽ പിടിച്ച് നോക്കുന്നതല്ല, അത് ദൂരത്ത് ഭിത്തിയിൽ ഒട്ടിക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ വലിപ്പത്തിൽ നമുക്കൊരു ശ്രദ്ധ ഉണ്ടാവണം. അതിൽ ചിത്രങ്ങളൊക്കെ ഭംഗിയായി ക്രമീകരിക്കണം. ചിത്രങ്ങളൊക്കെ വെച്ചതിന് ശേഷം ഈ എഴുതിയിരിക്കുന്ന എന്താണെന്ന് വായിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകരുത്. അല്ലെങ്കിൽ എഴുതിയിരിക്കുന്നത് മാത്രമേ വായിക്കാൻ പറ്റുന്നത്, ചിത്രങ്ങൾ കാണുന്നില്ല എന്നുള്ള അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ചിത്രങ്ങളും ടൈറ്റിലും ഒക്കെ തമ്മിലൊരു അനുപാതം നോക്കിയിട്ട് ഭംഗിയായി അതിൽ പ്രതിഷ്ഠിക്കണം. മൂന്നാമത്തത്, അനുയോജ്യമായ പശ്ചാത്തല നിറങ്ങളും പാറ്റേണുകളും ഒക്കെ നൽകണം. അനുയോജ്യമായ പശ്ചാത്തല നിറങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് നമ്മുടെ കാഴ്ചയെ പിടിച്ചു നിർത്തുന്ന നിറങ്ങളാണ് ഉപയോഗിക്കുന്നത്. തമാശയായിട്ടൊരു കാര്യം പറയാം, ടൗണിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ ഏറ്റവും അധികം നമ്മളുടെ ഈ ശ്രദ്ധയെ പിടിച്ചു വരുത്തുന്ന സാധനം ബാറിൻ്റെ ഒക്കെ ബോർഡാണ്. ഭയങ്കര മഞ്ഞ നിറത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടിൽ കറുത്ത നിറവിട്ട് ലൈറ്റൊക്കെ ഇട്ടിങ്ങനെ മിന്നിച്ചു നിർത്തും. എന്ന് പറഞ്ഞാൽ അതിനോട് ആസക്തിയുള്ള ഏതൊരു മനുഷ്യനും ആ 1 കിലോമീറ്ററിന് അപ്പുറത്തൂടെ ഇതിലേക്കൂടെങ്കിലും പോയിട്ടുണ്ടെങ്കിലും അയാളുടെ കണ്ണിൽ ഈ ബോർഡ് പെടാതെ പോകരുത് എന്നാണ് ആ ഉദ്ദേശം. അപ്പോൾ അതിനുവേണ്ടി ഏറ്റവും ബ്രൈറ്റായ കളറുകൾ ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ പോസ്റ്റർ ചെയ്യുമ്പോൾ അതുപോലെ മനുഷ്യൻ്റെ ശ്രദ്ധയെ പിടിച്ചു പറ്റുന്ന ബ്രൈറ്റ്നസ് ഉള്ള കളറുകളാണ്. പെട്ടെന്ന് ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിലുള്ള നിറവ്യത്യാസം സാധ്യമാകണം.
ഇത് നിങ്ങൾക്ക് ഇതിനോട് കൂട്ടിച്ചേർക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് കൂട്ടിച്ചേർത്തിട്ട് ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളൊരു പോസ്റ്റർ ചെയ്യുമ്പോൾ പോസ്റ്ററിനൊരു ലേ ഔട്ട് സാധ്യമാവണം എന്ന് പറയാറുണ്ട്. ഒരു പോസ്റ്റർ ഭംഗിയാക്കുന്നത് അതിലെ അക്ഷരങ്ങളുടെയും അതിലെ വാക്കുകളുടെയും ചിത്രങ്ങളുടെയും ഒക്കെ ഒരു ക്രമീകരണമാണ്. നമുക്കറിയാം, നമ്മളുടെയൊക്കെ മേശപ്പുറം ശ്രദ്ധിച്ചാൽ അറിയാം, മേശപ്പുറത്ത് ഇങ്ങനെ വലിച്ചു വാരിയിട്ടിരിക്കുന്ന സാധനങ്ങളുണ്ടാവും, അടുക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് ഭംഗിയായിട്ട് തോന്നുന്നത് കാര്യങ്ങൾ അടുക്കി പറക്കി വെച്ചിരിക്കുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പെട്ടെന്ന് കിട്ടത്തക്ക രീതിയിൽ മേശമുകളിൽ നമ്മൾ അടുക്കി വെച്ചിരിക്കും. ഈ അടുക്കി വെക്കുന്ന ഒരു ക്രമീകരിക്കലാണ്. യഥാർത്ഥത്തിൽ ഈ ക്രമീകരിക്കലിനെയാണ് ലേ ഔട്ട് എന്ന് പറയുന്നത്. നമ്മൾ തയ്യാറാക്കുന്ന പോസ്റ്ററിൽ ആ പോസ്റ്ററിൽ എന്തൊക്കെ ഘടകങ്ങളുണ്ടോ ആ ഘടകങ്ങളെ ഭംഗിയായി കാഴ്ചയിൽ ഭംഗി കിട്ടുന്ന രീതിയിൽ അടുക്കി പറക്കി ക്രമീകരിക്കുന്നതിനാണ് ലേ ഔട്ട് എന്ന് പറയുന്നത്. ലേ ഔട്ട് ഭംഗിയായാൽ പോസ്റ്റർ കാണാൻ നല്ല രസമായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ പോസ്റ്ററിന് ആവശ്യമായ എലമെൻസുകൾ കളക്ട് ചെയ്യണം. എന്നിട്ട് അത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഫിറ്റ് ചെയ്യണമെന്ന് ധാരണ ഉണ്ടാക്കണം, ലേ ഔട്ട് മനസ്സിലുണ്ടാക്കണം. അതിനുശേഷം വേണം ഇതിനെ ഓരോ ഭാഗങ്ങളിലായി ക്രമീകരിക്കാൻ. അങ്ങനെ ചെയ്യുന്ന പോസ്റ്ററിന് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇത് അക്ഷരങ്ങളൊക്കെ ക്രമീകരിക്കുന്നതിന് പാരമ്പര്യമായ ചില രീതികളുണ്ട്. അക്ഷരങ്ങളെല്ലാം നമ്മൾ ബുക്കിൽ എഴുതുന്ന പോലെ ഇടതുവശത്തു നിന്ന് തുടങ്ങുക. ഇടതുവശത്ത് നിന്ന് ഇടതുവശം കൃത്യമായി ക്രമീകരിച്ചിട്ട് വലത്തേക്ക് എഴുതുന്ന രീതിയെ ലെഫ്റ്റ് അലൈൻമെന്റ് എന്നാണ് പറയുന്നത്. അക്ഷരങ്ങളെ ഇടതുവശം കേന്ദ്രീകരിച്ച് അതിന് ലെഫ്റ്റ് അലൈൻമെന്റ് എന്ന് പറയും. മറ്റൊന്ന്, അക്ഷരങ്ങളെ നടുക്ക് ക്രമീകരിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വരിയുടെ അടിയിൽ വരുന്ന വരി അതിന് കൃത്യം നടുക്കായി ക്രമീകരിക്കുക, അതിനടുത്ത് വരുന്ന വരി അതിൻ്റെ നടുക്കായി ക്രമീകരിക്കുക. അങ്ങനെയുള്ള അലൈൻമെന്റിനെ സെൻട്രലൈസ്ഡ് അലൈൻമെന്റ് എന്ന് പറയും. ഇനി അതല്ല, അക്ഷരങ്ങളെല്ലാം വലത്തുവശത്താണ് ക്രമീകരിക്കുന്നതെങ്കിൽ ആദ്യത്തെ വാക്ക് വലത്തേറ്റത്ത് നിന്നു, രണ്ടാമത്തെ വാക്ക് വലുതാണെങ്കിലും വലത്തുവശം കേന്ദ്രീകരിച്ച് നിന്നു, മൂന്നാമത്തെ വാക്കും വലത്തുവശം കേന്ദ്രീകരിച്ച് നിന്നു. അങ്ങനെ വരുന്ന അലൈൻമെന്റിനെ റൈറ്റ് അലൈൻമെന്റ് എന്ന് പറയും. മറ്റൊന്ന്, ജസ്റ്റിഫൈഡ് സെറ്റിംഗ് എന്ന് പറയുന്ന സാധനം നമ്മുടെ പാഠപുസ്തകങ്ങളും മാസികകളൊക്കെ നോക്കിയാൽ അറിയാം. ഇടതുവശവും വലതുവശവും കൃത്യമായി, രണ്ടു വശവും ഒരുപോലെ, അതിൽ ചെറിയ വാക്കുകൾ മാത്രം ഇടതുവശത്ത് മുട്ടാതെ നിൽക്കും. അതിനെ ജസ്റ്റിഫൈഡ് സെറ്റിംഗ്. ഇനി ഇത് ഒരു പുതിയ രീതിയുണ്ട്, ഫോഴ്സ് ജസ്റ്റിഫൈഡ് സെറ്റിംഗ് എന്ന് പറയും. ഫോഴ്സ് ജസ്റ്റിഫൈഡ് എന്ന് പറഞ്ഞാൽ അക്ഷരം സ്വാഭാവികമായി രണ്ടു വശവും മുട്ടുകയല്ല, നിർബന്ധിച്ച് രണ്ടു വശത്തേക്ക് മുട്ടുക. ഇപ്പോൾ കേരള ബാങ്ക് എന്ന് നമ്മൾ എഴുതുമെന്ന് വെച്ചോ, അപ്പോൾ കേരള നീട്ടി എഴുതി, KERAL നീട്ടി എഴുതി, BANK ബാങ്ക് 4 അക്ഷരമേ ഉള്ളൂ. കേരള എന്ന് എഴുതി കഴിഞ്ഞാൽ ബാങ്ക് അതിൻ്റെ പകുതി വരെ വരും. അതിന് പകരം ഈ ബാങ്കിനെ എക്സ്റ്റെൻഡ് ചെയ്ത് റൈറ്റ് സൈഡ് കറക്റ്റായിട്ട് B കഴിഞ്ഞ സ്പേസ്, A കഴിഞ്ഞ സ്പേസ്, N കഴിഞ്ഞ സ്പേസ്, Kക്ക് മുമ്പുള്ള സ്പേസ്, അങ്ങനെ ബാങ്ക് ഇങ്ങനെ രണ്ടു വശവും കറക്റ്റായിട്ട് ചെയ്യും. അതിനെ ഫോഴ്സ് ജസ്റ്റിഫൈഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് പോസ്റ്ററുമായി ബന്ധപ്പെട്ടാണ്. 4 അലൈൻമെൻറ്റ് പറഞ്ഞു. അക്ഷരങ്ങളെ ഇടതുവശം കേന്ദ്രീകരിച്ച് ലെഫ്റ്റ് അലൈൻമെൻറ്റ്, സെൻട്രൽ കേന്ദ്രീകരിക്കുന്ന സെൻട്രലൈസ്ഡ് അലൈൻമെൻറ്റ്, റൈറ്റ് സൈഡ് കേന്ദ്രീകരിക്കുന്ന റൈറ്റ് അലൈൻമെൻറ്റ്, രണ്ടു വശവും ഒരുപോലെ വരുന്നതിനെ ജസ്റ്റിഫൈഡ്, രണ്ടു വശവും നിർബന്ധിച്ച് ഒരുപോലെ ആക്കുന്നതിന് ഫോഴ്സ് ജസ്റ്റിഫൈഡ് ഇങ്ങനെ സെറ്റിങ്ങുകളുണ്ട്. ഇതൊക്കെ ഉപയോഗിക്കുന്നത് ഈ പോസ്റ്ററിൻ്റെ ലേ ഔട്ട് ഭംഗിയാവാൻ വേണ്ടിയാണ്. ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. ആവർത്തിച്ച് കേൾക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പറയുക, നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. അത് കമൻറ്റുകളായോ വാട്സപ്പിലോ രേഖപ്പെടുത്താം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി.